ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വയോധികയുടെ കൊലപാതകത്തിൽ നിരപരാധിയെ പ്രതിയാക്കിയ സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ അബൂബക്കറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്ന കാരണത്താൽ ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുകയായിരുന്നു. എന്നാൽ കൊലപാതകം നടത്തിയത് ഇയാളല്ലെന്നും ദമ്പതികളാണെന്നും ആലപ്പുഴ SP കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അബൂബക്കറിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും. അല്ലാത്ത ഒരു സംഭവമാണ്. നിരപരാധി കൊലപാതക കുറ്റത്തിന് അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുക, FIR രേഖപ്പെടുത്തുക, കുറ്റപത്രം വരിക, എന്തൊക്കെയാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, വിശദാംശങ്ങൾ. ഈ കേസ് എസ്കേൻ പറഞ്ഞതുപോലെ വല്ലാത്തൊരു കേസാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. അന്ന് ഈ അയൽവാസി കൂടിയായി, കൊല്ലപ്പെട്ട സ്ത്രീയുടെ അയൽവാസി കൂടിയായ അബൂബക്കറിന്റെ സാന്നിധ്യം ആ വീട്ടിൽ അന്ന് രാത്രി ഉണ്ടായി എന്ന് പോലീസ് കണ്ടെത്തുന്നു. അതിനെ തുടർന്ന് ഇയാളാണ് കൊലപാതകം നടത്തിയതെന്നും അവിടെ നടന്ന സകല കുറ്റങ്ങൾക്കും ഏക ഉത്തരവാദി അബൂബക്കറാണ് എന്നും പോലീസ് സംഘം സമർത്ഥിക്കുകയാണ്. പിന്നീട് അവർ തന്നെ FIR ഇടുന്നു, റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു, കൊലക്കുറ്റത്തിന് റിമാൻഡ് ചെയ്യുന്നു. അതിനുശേഷം തുടരന്വേഷണം നടത്തുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അബൂബക്കറിന് യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് തന്നെ, ഇതേ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തുന്നതും അവിടെ അന്ന് രാത്രി ഒരു മോഷണം നടന്നെന്നും ആ മോഷ്ടാക്കളാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നും കണ്ടെത്തുന്നത്. പിന്നീടാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരുത്തി പറയേണ്ടി വന്നത്. നിലവിൽ അന്ന് രാത്രി ആ വീട്ടിൽ മോഷണം നടന്നു. അവിടെ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ മോഷണത്തിൻ്റെ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മുളക് പൊടി വിതറുകയും അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കുറ്റങ്ങളെല്ലാം അബൂബക്കറിൻ്റെ തലയിലേക്ക് അങ്ങ് ചുമത്തിയാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ആളെ ജയിലിൽ അടച്ചത്. നിലവിൽ എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. പോലീസ് അന്വേഷണത്തിൽ എത്രത്തോളം വീഴ്ചയുണ്ടായി, ഒരു നിരപരാധിയെ പ്രതിയാക്കുന്നതിൽ പോലീസ് എത്രത്തോളം കിണഞ്ഞു പരിശ്രമിച്ചു എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട്. അന്ന് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഈ അബൂബക്കറിന്റെ തലയിലിട്ടുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ആ റിമാൻഡ് റിപ്പോർട്ട് പോലീസിന് തന്നെ തിരുത്തേണ്ടി വരികയാണ്. ഇന്ന് കോടതിയിൽ അബൂബക്കറിനെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. നിലവിൽ എന്തായാലും അബൂബക്കറിന്റെ കുടുംബം ഈ കേസിൽ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണ കാലയളവിൽ നിരപരാധിയെ പ്രതിയാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്തായാലും അതൊരു പരാതിയായി കൂടി പോയിട്ടുണ്ട്. അതിനിടെയാണ് പോലീസിന്റെ ഗുരുതര വീഴ്ച വെളിവാക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.